റമദാൻ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന വേളയിൽ, റമദാൻ കഴിഞ്ഞാൽ നമ്മളിൽ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു വ്യസനമുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഒന്നുകൂടെയൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് വേറെന്തെല്ലാം ഖത്മ ചെയ്യാമായിരുന്നു, എത്രയോ തവണ ചെയ്യാമായിരുന്നു, എത്രയോ ദിക്റുകൾ ചൊല്ലാമായിരുന്നു എന്ന അവസാനം ഒരു കാര്യവുമില്ലാതെ വിലപിക്കുന്ന വ്യസനിക്കുന്ന അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ, ആ വേദന മനസ്സിലുണ്ടാകാതിരിക്കാൻ ഇനിയുള്ള ദിവസങ്ങളും മണിക്കൂറുകളും രാത്രിയും പകലും അടക്കം ഒറ്റയ്ക്ക് കാത്തിരിക്കേണ്ട, ഒറ്റയിട്ട രാവുകൾ മാത്രം കാത്തിരിക്കേണ്ട, അവസാന 10 പ്രതീക്ഷയിൽ എല്ലാ ദിവസവും രാവും പകലും നമ്മൾ വളരെ ചാലകമായി ചിന്തിച്ച് ഉണർന്ന് പ്രഖ്യാപിച്ച് നന്നായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളോടെ മുന്നോട്ട് വരേണ്ടതാണ്. നമ്മുടെ മനസ്സിൽ തട്ടി ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന നമ്മൾ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിന്റെ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലഹാ വഅജിർനാ മിൻ ഖിസിയിദ് ദുനിയാ വഅദാബിൽ ആഖിറ. നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ ഒന്നാണ് അല്ലാഹുമ്മ, അല്ലാഹുവേ, അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, ഞങ്ങളുടെ എല്ലാ കാര്യത്തിന്റെയും പര്യാവസാനം നന്നാക്കി തരണേ. തുടക്കം നന്നായാൽ പോരാ, ഒടുക്കം നന്നാവണം, അവസാനം നന്നാവണം. ഞങ്ങളുടെ എല്ലാ കാര്യത്തിന്റെയും ഒടുക്കം നീ നന്നാക്കി തരണേ. വഅജിർനാ മിൻ ഖിസിയിദ് ദുനിയാ, ഈ ദുനിയാവിന്റെ എല്ലാവിധ അപമാനങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. ജനങ്ങൾക്ക് മുമ്പിൽ, കുടുംബത്തിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ മുമ്പിൽ അപമാനിതനാകുന്നതിൽ നിന്ന് അല്ലാ എനിക്ക് നീ കാവല് നൽകണേ. വഅദാബിൽ ആഖിറ, നാളെ കത്തിജ്വലിക്കുന്ന പരലോകത്തുള്ള എല്ലാ ശിക്ഷകളിൽ നിന്നും രക്ഷ നൽകണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ നിയ്യത്തുകളും എല്ലാം പരിശോധിക്കുമ്പോഴും അവസാനം എങ്ങനെയായിരുന്നു എന്നതാണ് പരിഗണിക്കുക. തുടക്ക കാലഘട്ടത്തിൽ ആളെങ്ങനെ ഉണ്ടായിരുന്നല്ല, മരിക്കുമ്പോൾ ആളെങ്ങനെയുണ്ട്, അവസാനത്തിൽ ആളെങ്ങനെയുണ്ട്. ഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹാ, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അവന്റെ പ്രവർത്തനങ്ങളുടെ അവസാനത്തെ ആശ്രയിച്ചായിരിക്കും പ്രതിഫലം നിശ്ചയിക്കുക. എങ്കിൽ നമ്മൾ അങ്ങനെയുള്ള വിലയിരുത്തപ്പെടുന്ന ഒരു സമയത്താണുള്ളത്. ഇതുവരെ നമ്മൾ ചെയ്തു വെച്ച നന്മകൾ അവസാന നാളുകളായപ്പോ നിർത്തിവെക്കാൻ പാടില്ല. നമ്മൾ വീണ്ടും ശക്തിയോടെ അതൊന്നുകൂടെ മൂർച്ച കൂട്ടേണ്ട സമയങ്ങളാണ്. റമദാൻ നമുക്ക് തന്ന നല്ല നല്ല ഗുണപാഠ